മഴതോരും മുൻപേയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാൻലി വൈജിയെ നേരിട്ട് കണ്ട് തെറ്റിദ്ധാരണകൾ തിരുത്തുവാനും അലീന നമ്മുടെ മകളാണെന്ന് പറയുവാനും തീരുമാനിച്ചിരിക്കുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേട്ടത്. കുളുത്തൂപ്പുഴയിൽ നിന്നും മനു നേരെ പോയത് ബാലചന്ദ്രനെ കാണുവാൻ ബാലചന്ദ്രന്റെ കടയിലേക്കാണ്. അലീനയുടെ പപ്പ തന്നോട് പെരുമാറിയതും ഭീഷണിപ്പെടുത്തിയതുമെല്ലാം ബാലചന്ദ്രനോട് വിവരിക്കുകയായിരുന്നു മനു. എന്നാൽ ബാലചന്ദ്രൻ ഒഴുക്കൻ മട്ടിൽ അവനെ ആശ്വസിപ്പിച്ചു. അതൊന്നും സാരമില്ലടാ, സ്റ്റാൻലി ജോസഫിന്റെ പ്രവൃത്തിയെ അതിശിതമായി കുറ്റപ്പെടുത്തുമെന്നും തനിക്ക് വലിയ പിന്തുണ വാഗ്ദാനം ചെയ്യുമെന്നുമായിരുന്നു മനുവിന്റെ പ്രതീക്ഷ. എന്നാൽ അതെല്ലാം തകർത്തുകൊണ്ടായിരുന്നു ബാലചന്ദ്രന്റെ മറുപടി. മനുവിന് നിരാശയായി. അങ്കിളെ, ഞാൻ തെറ്റ് വല്ലതും ചെയ്തോ? ഇല്ല. ആര് പറഞ്ഞു തെറ്റിയതെന്ന്? അലീനയുടെ പപ്പയ്ക്ക് എന്നോടങ്ങനെ പെരുമാറാൻ കൊള്ളാമോ? എടാ, നിന്റെ ആഗ്രഹവും പ്രതീക്ഷയും നിനക്ക് വലുതായിരിക്കും. അലീനയുടെ മനസ്സിലും നീ വലുതായിരിക്കും. പക്ഷേ സ്റ്റാൻലി ജോസഫിന്റെ കണ്ണിൽ നീ ചെറുതാണ്. ആ മട്ടിലാണ് അയാൾ പെരുമാറിയത്. അങ്കിളും ആ മിലിറ്ററിക്കാരന്റെ പക്ഷത്താണോ? അല്ല, ഞാൻ നിന്റെ വശത്താ. നീ എനിക്ക് അത്ര ചെറുതല്ലല്ലോ. ബാലചന്ദ്രൻ ചിരിച്ചു. അയാൾക്ക് പറയാനുള്ളത് അയാൾ പറഞ്ഞു. അയാൾ അവളുടെ അച്ഛനല്ലേ? നിനക്ക് അലീനയോടുള്ള സ്നേഹത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട ആളല്ലല്ലോ. സ്റ്റാൻലിക്ക് തന്റെ മകളെ സംബന്ധിച്ച് ചില കണക്കുകൂട്ടലുകൾ കാണും. അവളെ ഒരു ക്രിസ്ത്യൻ യുവാവിനെ കൊണ്ട് കെട്ടിക്കണം. സാമ്പത്തികമായി മെച്ചപ്പെട്ട സ്ഥലത്തേക്ക് വേണം അവളെ അയക്കാൻ. ഇനിയുള്ള ജീവിതകാലം അവൾ അല്ലലും ദുരിതങ്ങളുമില്ലാതെ സന്തുഷ്ടയായി ജീവിക്കുന്നത് കാണണം. ഇതൊക്കെ ഒരച്ഛൻ്റെ ന്യായമായ ആഗ്രഹങ്ങളാണ്. ഞാനെന്താ അങ്കിളെ, തീരെ കൊള്ളാത്തവനാണോ? അങ്കിളിനറിയാമല്ലോ, കൈതക്കൽ മാളിക വീട്ടുകാർക്ക് അന്നും ഇന്നും ഒന്നിനും ഒരു കുറവുമില്ല. ഭൂസ്വത്തുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, ജോലിയും വരുമാനവുമുണ്ട്, അന്തസ്സും മാന്യതയുമുണ്ട്. എടാ മനു, സ്റ്റാൻലിക്ക് നിന്നേക്കാൾ യോഗ്യനായ ഒരുത്തനെ കൊണ്ട് അലീനയെ കെട്ടിക്കണമായിരിക്കും. പിന്നെ ജാതിമത പ്രശ്നവും അയാളെ അലട്ടുന്നുണ്ടായിരിക്കും. ഇതിനെല്ലാം പുറമെ ജയന്തിയോടും നിന്റെ വീട്ടുകാരോടും അയാൾക്ക് പകയും കാണും. അത് വെച്ച് നോക്കുമ്പോൾ അയാൾ നിന്നോട് ഒരുവിധം മാന്യമായിട്ട് തന്നെയാണ് പെരുമാറിയിരിക്കുന്നത്. ശരി അങ്കളെ, ഞാനിനി എന്ത് ചെയ്യണം അത് പറ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അലീന നിന്റെ പക്ഷത്തല്ലേ? അതെ, പിന്നെന്താ നിന്റെ പ്രശ്നം? അതല്ലേ നമുക്ക് വേണ്ടത്. പക്ഷേ അവളുടെ പപ്പയുടെ സമ്മതമില്ലാതെ അവൾ ഒന്നിനും തയ്യാറല്ല അങ്കിളെ. നിനക്ക് അവളെ വേണം. പക്ഷേ നീ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കരുത്. അവൾ നിനക്കൊരു വാക്ക് തന്നിട്ടില്ലേ? അപ്പോൾ നീ കുറെ കാത്തിരിക്കണം. വീട്ടിലാണെങ്കിൽ എല്ലാവരും നിർബന്ധിക്കുന്നു അങ്കിളെ. വയസ്സ് 28 അപ്പോൾ വേറൊരു കല്യാണം കഴിക്കണം. അതിനും അവൾ സമ്മതിച്ചിട്ടുണ്ടല്ലോ. മനു ബാലചന്ദ്രന്റെ മുഖത്തേക്ക് തന്നെ നോക്കി അല്പനേരം ഇരുന്നു. ഒരു കാര്യം അവന് വ്യക്തമായി. തന്റെ തീവ്രമായ നിലപാടിനൊന്നും അർത്ഥമില്ല. എടാ മനു, അലീന കടപ്പാട്ടൂരുണ്ടായിരുന്നപ്പോഴത്തതുപോലെ നീ കാര്യങ്ങൾ കാണരുത്. അന്നവൾ അനാഥയായിരുന്നു. എൻ്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു. നമ്മൾ അവളെ അങ്ങനെയല്ല കരുതിയിരുന്നതെങ്കിലും അവൾക്കൊരു ഉറച്ച ബന്ധമോ വീടോ അഡ്രസ്സോ ഒന്നുമില്ലായിരുന്നു. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ചെക്ക് എഴുതിയെടുക്കാവുന്ന ബാങ്ക് ഡിപ്പോസിറ്റ് പോലെയായിരുന്നു അവൾ. ഇപ്പോഴോ അവളൊരു അനാഥയല്ല. അവളോട് ധാരാളം സ്നേഹമുള്ള ഒരു പപ്പ അവൾക്കുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, അവൾക്ക് അയാളോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും വയ്യ. നമ്മൾ ചെറിയ തിരകളുള്ള കടപ്പരപ്പ് മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ ആഴം അറിയുന്നില്ല. എനിക്കറിയാം, അലീന എന്നോട് പറഞ്ഞിട്ടുണ്ട്. 24 വർഷങ്ങളോളം അവൾക്ക് ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു എന്നോർക്കണം നീ. ഇപ്പോൾ അവൾക്ക് വീടുണ്ട്, സ്വാതന്ത്ര്യവും അധികാരവുമുണ്ട്, അഡ്രസ്സുണ്ട്. അവളുടെ ജീവിതം സുരക്ഷിതമാണ്. നിനക്ക് ജന്മനാ തന്നെ അതെല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് നിനക്കതിൻ്റെ വില അറിഞ്ഞുകൂടാ. നീ വേണമെങ്കിൽ അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി അച്ഛനെയും അമ്മയെയും പിണക്കിയെന്നിരിക്കും. വീടും കുടുംബവും സ്വത്തും ഉപേക്ഷിച്ചെന്നിരിക്കും. നിനക്ക് എന്ന് വേണമെങ്കിലും വീട്ടിലേക്ക് തിരികെ ചെല്ലാം, അവകാശം സ്ഥാപിക്കാം. നിനക്ക് ലോകത്തിൻ്റെ മുൻപിൽ അവരുമായി ശക്തമായ ബന്ധങ്ങളുണ്ട്. അതേസമയം അവൾക്കോ ആകെയുള്ളത് അവളുടെ പപ്പ അവൾക്ക് കൊടുക്കുന്ന അംഗീകാരവും സ്നേഹവും മാത്രമാണ്. ആ കുടുംബത്തിലേക്കുള്ള ഒരേയൊരു വാതിലാണത്. സ്റ്റാൻലി ആ വാതിൽ അടച്ചു കഴിഞ്ഞാൽ അവൾ വീണ്ടും അനാഥയായി പോകും. കണ്ണില്ലാതിരുന്നിട്ട് പിന്നീട് കാഴ്ച കിട്ടിയവർക്കേ അതിൻ്റെ വിലയറിയൂ. ജന്മനാ തന്നെ കാഴ്ചയുള്ളവർക്ക് അത് സാധാരണ പോലെ ഒരവയവം മാത്രമാണ്. മനുവിന് കാര്യങ്ങൾ മനസ്സിലായി. ഇതുവരെ അവൻ കരുതിയത് സ്റ്റാൻലി വിസമ്മതിച്ചാൽ പോലും അലീനയ്ക്ക് താനുണ്ടല്ലോ, അവൾക്ക് ധൈര്യമായി തന്നോടൊപ്പം ഇറങ്ങി വന്നുകൂടെ എന്നായിരുന്നു. ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനുവിനെ നോക്കി ബാലേന്ദ്രൻ പറഞ്ഞു, സാരമില്ലടാ, നീ വിഷമിക്കേണ്ട. സ്റ്റാൻലിക്കൊരു മനമാറ്റം ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഞാനൊന്ന് ചോദിച്ചോട്ടെ അങ്കിളെ, അവൾക്കിപ്പോൾ അധികാരത്തോടെ സ്വന്തമെന്ന് പറയാൻ പപ്പ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊരു കടുംപിടുത്തം?
അവൾക്ക് ഒരമ്മ കൂടി ഉണ്ടെന്ന് വന്നാലോ? മനു ചോദിച്ചു. അതയാൾക്ക് അറിയാമല്ലോ. അങ്ങനെയല്ല അങ്കിൾ ഞാൻ ഉദ്ദേശിച്ചത്. ബാലേന്ദ്ര മേനോൻ മനുവിനെ സൂക്ഷിച്ചു നോക്കി. അവന്റെ മനസ്സിലെ ചിന്ത അയാൾക്ക് മനസ്സിലായി. സ്വന്തം അമ്മയുടെ സ്നേഹവും അംഗീകാരവും കൂടി അലീനയ്ക്ക് ലഭിക്കുകയാണെങ്കിൽ മറുവശത്ത് നിന്നുള്ള സമ്മർദ്ദം കുറയുമെന്നും അലീനയ്ക്ക് കുറച്ചുകൂടി സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുമെന്നും കണക്കുകൂട്ടുകയാണ് അവൻ. ഇവിടെ ഒരു കഴുത ഇരിപ്പുണ്ടല്ലോ മനു, എല്ലാ വിഴുപ്പുകളും ഭാണ്ഡം കെട്ടി ചുമക്കുന്നവൻ. അയാൾ എന്ത് ചെയ്യും? ബാലേന്ദ്ര മേനോൻ ചോദിക്കുന്നത് കേട്ട് മനു ഒരു നിമിഷം അന്താളിച്ചുപോയി. പതുക്കെ പതുക്കെ അവന് യാഥാർത്ഥ്യത്തിലേക്ക് വന്നു. സോറി അങ്കിൾ, ഞാൻ എൻ്റെ കാര്യം മാത്രമേ ഓർത്തുള്ളൂ. അങ്കിളിനെ വിട്ടുകളഞ്ഞു. അപ്പോൾ കുറച്ചുകൂടെ കാത്തിരിക്കാം അല്ലേ? അതേടാ, സ്റ്റാൻലി പറഞ്ഞതിലും അല്പം കാര്യമുണ്ട്. അത് നീ ചിന്തിക്കണം. പൈസ കൂട്ടി വയ്ക്കണമെന്ന് അവൾക്ക് ആഗ്രഹമില്ല. കയ്യിലുള്ളത് കൊടുക്കുന്നതാണ് അവൾക്ക് സംതൃപ്തി. കൊടുക്കാം അങ്കിളെ, ഞാനും അത്ര പിശുക്കനൊന്നുമല്ല. അവൾക്ക് 23 വർഷം ആഹാരവും വസ്ത്രവും തലചായ്ക്കാൻ ഇടവും നൽകിയ ഒരു ലോകത്തിലേക്കല്ലേ കൊടുക്കുന്നത്. ഒരു ലോൺ തിരിച്ചടയ്ക്കുന്നത് പോലെ ഞാനത് കരുതിക്കൊള്ളാം. സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്താ നിന്റെ പരിപാടി? എനിക്ക് കടപ്പാട്ടൂര് വരെ ഒന്ന് പോണം. അങ്കിള് വരുന്നുണ്ടോ? ഇല്ലടാ, നീ പോയിട്ട് വാ. അവിടെ ചെന്ന് എല്ലാവരെയും കാണണമെന്നും ക്ഷേമം അന്വേഷിക്കണമെന്നും എന്നെ ചുമതലപ്പെടുത്തി വിട്ടിരിക്കുകയാണ് അലീന. എന്നിട്ട് എൻ്റെ ക്ഷേമം അന്വേഷിച്ചോ നീ? ഇല്ലല്ലോ. ചുമ്മാ പോ അങ്കിളെ. അങ്കിളിൻ്റെ കാര്യമൊന്നും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. അങ്കിളിനെയൊക്കെ എപ്പോഴേ അവൾ മറന്നു കഴിഞ്ഞു. ചെറുചിരിയോടെ അവൻ എഴുന്നേറ്റു. എന്നിട്ട് ബാഗ് തുറന്ന് അതിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കവറെടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഇതെന്താടാ? കൊല്ലക്കുടിയിൽ സൂചി വിൽപ്പനയെന്ന് കേട്ടിട്ടില്ലേ അങ്കിളെ? അങ്കിളിനൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് സ്വന്തമായിട്ടുണ്ടെന്നുള്ളത് അവൾ മറന്നു കാണും. ബാലേന്ദ്ര മേനോൻ കവർ തുറന്നു നോക്കി. ഒരു ടീഷർട്ട്. അവൾ കൽക്കട്ടയിലോ മറ്റോ പോയപ്പം വാങ്ങിയതാണത്രേ. ഇതിട്ട അങ്കിള് കുറച്ചുകൂടി ചെറുപ്പക്കാരനായെങ്കിലോ? എന്നാ ഞാനങ്ങ് ചെല്ലട്ടെ. മനു ക്യാബിനുള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബാലേന്ദ്ര മേനോൻ ടീഷർട്ട് പൊതിഞ്ഞിരുന്ന സുതാര്യമായ പ്ലാസ്റ്റിക് ആവരണം നീക്കി. നീലയും വെള്ളയും ചുവപ്പും 2 ഇഞ്ച് വീതിയിൽ മാറി മാറി നെയ്ത ടീഷർട്ട്. അയാൾ അത് വിടർത്തി നെഞ്ചോട് ചേർത്ത് വെച്ചു. ഭംഗി നോക്കി. അങ്ങനെ തന്നെ കുറേ നേരം ഇരുന്നു. താൻ അലീനയ്ക്ക് പലപ്പോഴായി ഡ്രസ്സുകൾ വാങ്ങിക്കൊടുത്തിട്ടുള്ളത് അയാൾ ഓർത്തു. എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് കരുതിയായിരുന്നില്ല കൊടുത്തത്. പക്ഷേ ഇപ്പോൾ ഇതിന് താൻ വാങ്ങിക്കൊടുത്തിട്ടുള്ള എല്ലാറ്റിനേക്കാളും വിലയുണ്ടെന്ന് അയാൾക്ക് തോന്നി. മനു കടപ്പാട്ടൂരെത്തിയപ്പോൾ അവിടെ കൃഷ്ണയും രോഹിത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈജയന്തി കോളേജിൽ നിന്ന് വന്നിട്ടില്ല. ബബിത എറണാകുളത്ത് നിന്നും വൈകുന്നേരമേ എത്തിച്ചേരൂ. താൻ അലീനയെ കാണാൻ പോയിരുന്നെന്ന് മനു രോഹിത്തിനോടും കൃഷ്ണജോടും പറഞ്ഞു. അവർക്ക് വേണ്ടി കൊടുത്തയച്ച സമ്മാനങ്ങളും കൊടുത്തു. കൃഷ്ണമോൾക്ക് ഷോർട്ട് ടോപ്പും പാട്യാലിയും, രോഹിത്തിന് കടും ചുവപ്പും റോസും ഇടകലർന്ന ഷാൾ. അവനത് സന്തോഷത്തോടെ പൊതിച്ചുകൊണ്ട് അല്പനേരം ഇരുന്നു. ജയന്തി വന്നപ്പോൾ 5:30 മണിയായി. ആൻറ്റിയുടെ കാർ റിപ്പയർ ചെയ്ത് കിട്ടിയോ? അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. പുതുതായി പണിതിറക്കിയപ്പോൾ അതിൻ്റെ നിറം മാറ്റിയിരുന്നു. ഇത് കൊള്ളാമോടാ ഈ കളർ? വൈജയന്തി ചോദിച്ചു. മെറ്റാലിക് ബ്ലൂ. കൊള്ളാം ആൻറ്റി. നീ ഇപ്പോൾ വന്നു? കുറേ നേരമായി. ചായ കിട്ടിയോ? ആര് തരാൻ? വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ ചായ കൊടുക്കണമെന്ന് ആൻറ്റി പെൺമക്കളെ പഠിപ്പിക്കേണ്ടതല്ലായിരുന്നോ? ചിരിച്ചുകൊണ്ടാണ് മനു ചോദിച്ചത്. ഒരുത്തി ഇവിടെ നിന്ന് കുറേ കാലം പഠിപ്പിച്ചതല്ലായിരുന്നോ? എന്നിട്ട് എന്തായി? എൻ്റെ ആൻറ്റിക്ക് ഇപ്പോഴും തീർന്നിട്ടില്ലേ അലീനയോടുള്ള വിരോധം? അവളീ വീട്ടിൽ നിന്ന് പോയിട്ട് എത്ര നാളായി? അത് തീരണമെങ്കിൽ ഞാൻ മരിക്കണം. അത്രയ്ക്ക് ദ്രോഹം അവൾ എന്നോട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴെന്താ അവളെക്കൊണ്ട് ശല്യം? മനു ചോദിച്ചു. ഇപ്പോഴും ബാധ ഒഴിഞ്ഞിട്ടില്ലല്ലോ ചിലരുടെ മനസ്സിൽ നിന്ന്. എൻ്റെ ആൻറ്റി എന്തറിഞ്ഞോണ്ടാ ഈ പറയുന്നേ? ഓ, നീ അവളുടെ കക്ഷിയാണല്ലോ. നീ അവളെ കെട്ടാനിരിക്കുകയാണെന്ന് കേട്ടു. അതെ. നിനക്ക് പ്രാന്തുണ്ടോ മനു? നീ അവളെ കെട്ടിക്കൊണ്ട് കൊല്ലപ്പള്ളിയിലോട്ട് ചെല്ല്. കമലെടുത്ത് ചൂലെടുത്ത് രണ്ടിനെയും അടിച്ചിറക്കും. ഞാനും ശിവേട്ടനുമൊക്കെ ജീവിച്ചിരിക്കുമ്പം അങ്ങനൊരു കല്യാണം നടത്താമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. കല്ല് കൊത്താനും പിച്ച തണ്ടാനും ലക്ഷണം പറയാൻ നടക്കണ ഒരു കാക്കാത്തിയെ നീ കെട്ടിക്കൊണ്ടുവാ. ഞങ്ങൾ സമ്മതിച്ചെന്നിരിക്കും. പക്ഷേ ഇത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും നിന്റെ കൂടെ നിൽക്കുമെന്ന് എൻ്റെ പൊന്നുമോൻ കരുതണ്ട. വേറെ ആരുടെ സമ്മതം കിട്ടിയില്ലെങ്കിലും ആൻറ്റിയുടെ സമ്മതം വാങ്ങിയിട്ട് ഞാൻ അവളെ കല്യാണം കഴിക്കൂ. മനു ചെറുചിരിയോടെ പറഞ്ഞു. ആരുടെ? എൻ്റെയോ? ആൻറ്റി സന്തോഷത്തോടെ സമ്മതിക്കുന്ന ഒരു ദിവസം വരും. ആൻറ്റി കൂടെ നിന്ന് ഞങ്ങളുടെ കല്യാണം നടത്തിത്തരും. നിറഞ്ഞ മനസ്സോടെ, നിറയുന്ന കണ്ണുകളോടെ ഞങ്ങളെ അനുഗ്രഹിക്കും. അതിനീ വൈജയന്തി ഇനിയൊരു 7 ജന്മം ജനിച്ചു മരിക്കണം. ഇല്ല ആൻറ്റി, ഈ ജന്മത്തിൽ തന്നെ അതൊക്കെ നടക്കും. എൻ്റെ മനു, ചുമ്മാ നീ എൻ്റെ ക്ഷമ പരീക്ഷിക്കല്ലേ. എനിക്ക് മേലാസകലം വിറഞ്ഞു വരുന്നു. വൈജയന്തി ദേഷ്യം പൂണ്ട് വീടിനുള്ളിലേക്ക് കയറിപ്പോയി. മനു ഗൂഢമായ ഒരു ചിരിയോടെ അത് നോക്കി നിന്നു. അല്പം കഴിഞ്ഞ് വൈജയന്തി മനുവിനെ ചായ കഴിക്കാൻ വിളിച്ചു. അവൻ ഊണുമേശയിലേക്ക് ചെന്നു. ചായയും കുറച്ച് ബിസ്ക്കറ്റും എടുത്ത് മേശപ്പുറത്ത് വച്ചിട്ടുണ്ടായിരുന്നു. കൃഷ്ണമോളെയും രോഹിത്തിനെ വിളിച്ചില്ലല്ലോ.
മനു ചോദിച്ചു. കൃഷ്ണ പഠിക്കുക. അവൾക്ക് മുറിയിലേക്ക് കൊടുത്തു. രോഹിത്തിന് ആവശ്യമുള്ളപ്പം തനിയെ വന്ന് ചായ ഉണ്ടാക്കി കുടിക്കും. അത് അവൾ പഠിപ്പിച്ചിട്ട് പോയ ദുശീലമ്മ. നല്ല ശീലമല്ലേ ആൻറ്റി അത്? ആമ്പിള്ളേരങ്ങനെ അടുക്കളയിലൊന്നും കയറി ഇറങ്ങേണ്ട കാര്യമില്ല. ഇതിൻ്റെയൊക്കെ കുഴപ്പം എന്താണെന്നറിയാമോ നിനക്ക്? അവനൊരു പെണ്ണ് കെട്ടുമ്പോൾ അവൾ അവനെ കൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യിക്കും. അത് നല്ലതല്ലേ ആൻറ്റി? ഭാര്യയ്ക്ക് വല്ലപ്പോഴും ഒരു ചായ തയ്യാറാക്കി കൊടുക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? എടാ, അതൊന്നും ഒരു സഹായമായിട്ട് ഒരു പെണ്ണും കണക്കാക്കില്ല. ഒരു തവണ കൊടുത്താൽ പിന്നെ അതൊരു കടമയായി. അടുത്ത തവണ കൊടുത്തില്ലെങ്കിൽ അവളൊക്കെ മുഖം വീർപ്പിക്കും. എനിക്കറിയരുതോ പെണ്ണുങ്ങളുടെ സ്വഭാവം? ആണുങ്ങൾ ചാഞ്ഞു കൊടുക്കും തോറും അവർ പിടിച്ചു കയറി അവസാനം തോളെ കയറും. അവസാനം കടക്കിഴവന്റെ കഥ പോലെയാകും. എന്തിനാ അധികം പറയുന്നേ? നിന്റെ കാര്യത്തിനെ നോക്ക്. ആ മൂദേവി ഇവിടെ നിന്നപ്പോൾ നീ അവളോട് അല്പം അലിവ് കാണിച്ചു. ഇപ്പോഴെന്തായി? അവളെ കല്യാണം കഴിക്കാൻ വരെ നിന്നെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചില്ലേ? ആൻറ്റി, ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഉഗാണ്ടയിലെ പട്ടിണിയുടെ കാര്യം പറഞ്ഞാലും ആൻറ്റി ആ വിഷയത്തിലേക്ക് എങ്ങനെയെങ്കിലും അലീനെ കൂടി പിടിച്ചിടും. അതേടാ, അത്രയ്ക്ക് കയ്പുനീരെന്നെ കുടിപ്പിച്ചിട്ടുണ്ട് അവൾ. അവളുടെ കാര്യം ഓർത്താൽ മതി, എൻ്റെ മുടിനാര് പോലും വിറയ്ക്കും. എന്നാൽ ആൻറ്റിക്ക് ദേഷ്യം വരുന്ന ഒരു കാര്യം കൂടി പറയട്ടെ. ഇന്നലെ ഞാൻ അലീനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അവൾ ആൻറ്റിയുടെ കാര്യം പ്രത്യേകം അന്വേഷിച്ചു. സത്യം പറഞ്ഞ അവൾക്ക് ആൻറ്റിയോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് ആൻറ്റിക്ക് അറിഞ്ഞുകൂടാ. അവളുടെ സ്നേഹം! വൈജയന്തി കടപ്പല്ല് ഞെരിച്ചു. റോഡെ അലഞ്ഞു നടക്കുന്ന തെണ്ടിപ്പട്ടികൾക്ക് വേണ്ടല്ലോ അവളുടെ സ്നേഹം. ഈ കുടുംബത്തിൽ വിഷം കലക്കിയിട്ട് പോയ ജന്തു. നമുക്ക് ആ വിഷയം വിടാം ആൻറ്റി. വേറെ വലുത് സംസാരിക്കാം. ആൻറ്റിയുടെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? എൻ്റെ ജോലിക്ക് എന്താ കുഴപ്പം? ഒന്നുമില്ല. ആ ആക്സിഡന്റ് കഴിഞ്ഞ പിന്നെ ആൻറ്റിക്കൊരു ക്ഷീണമാ. കാലൊക്കെ ശരിയായെങ്കിലും ആ പഴയ ഓജസ് തിരിച്ചു കിട്ടിയിട്ടില്ല. അതിന് മനസ്സിനു കൂടി സുഖം വേണ്ടേ മനു? ഇവിടുത്തെ കാര്യം നിനക്കറിയാലോ. ബാലചന്ദ്രന് എന്നെ കാണുമ്പം ശത്രുവിനെ കാണുന്ന പോലെയാ. ഒരു വീട്ടിലാ താമസിക്കുന്നതെങ്കിലും ബാലചന്ദ്രന്റെ പെരുമാറ്റം കണ്ടാൽ തോന്നും പുറത്തുനിന്ന് വന്ന് വാടകയ്ക്ക് താമസിക്കുന്ന ആളാണെന്ന്. എന്നോട് എന്തുമാത്രം സ്നേഹം ഉണ്ടായിരുന്ന ആളാ. ഒക്കേറ്റിനും കാരണം അവൾ ഒറ്റയെടുത്തിയല്ലേ. അവളെ അരച്ചു കലക്കി കുടിച്ചാ എൻ്റെ ദേഷ്യം തീരുവോ? ദാ പിന്നെയും അവിടെ തന്നെ എത്തി. ഇതാ ഞാൻ പറഞ്ഞത് ആൻറ്റിയോട്. അത്രയ്ക്ക് അവളെന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട് മനു. ഈ ജന്മത്ത് അവൾ ഗതി പിടിക്കുവോ? ഇല്ല, നശിച്ചു പോകത്തേയുള്ളൂ. ആൻറ്റി, ഇങ്ങനെ ശപിക്കരുത്. ആൻറ്റിക്ക് അതിനുള്ള അവകാശമില്ല, മനു പെട്ടെന്ന് പറഞ്ഞു. വൈജയന്തിക്ക് എന്തൊക്കെയോ കൂടി പറയണമെന്നുണ്ടായിരുന്നെങ്കിലും ചുണ്ടുകൾ അമർത്തിപ്പിടിച്ച് നിയന്ത്രിച്ചു. ബബിത വന്നപ്പോൾ 7 മണിയായി. മനു അപ്പോൾ രോഹിത്തിന്റെ മുറിയിലായിരുന്നു. ബബിത എത്തിയെന്നറിഞ്ഞ് മനു ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗുമായി താഴെയെത്തി. ചാരിയിട്ടിരുന്ന വാതിലിനപ്പുറത്ത് നിന്ന് അമർത്തിപ്പിടിച്ച മട്ടിലുള്ള സംഭാഷണം കേൾക്കാമായിരുന്നു. ഞാൻ എത്തിയെന്നേ, കുഴപ്പമൊന്നുമില്ല. ഇന്ന് ക്ലാസ് ഉണ്ടാവൂന്ന് ഇന്നലെ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ മൂവാറ്റുപുഴ എത്തി. വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി മെസ്സേജ് അയക്കല്ലേ. ഇവിടെ ആരെങ്കിലും എടുത്ത് നോക്കിയാൽ പിന്നെ തീർന്നു. 11 മണി കഴിഞ്ഞിട്ട് ഇല്ല, ഉറങ്ങില്ല. അത്രയും ആയപ്പോഴേക്കും മനു വാതിൽ ചെറുതായിട്ടൊന്ന് തട്ടി. എന്നിട്ട് പതിയെ തള്ളി തുറന്നു. ബബിത മുറിയിലൂടെ നടന്നുകൊണ്ടാണ് സംസാരം. വന്ന വേഷം മാറിയിട്ടില്ല. അവൾ മനുവിനെ ഒന്ന് നോക്കി. വലത് കൈപ്പത്തി ഉയർത്തി ഹായ് എന്ന് പറഞ്ഞു. ഓക്കേടാ, ഞാൻ പിന്നെ വിളിക്കാംന്നേ, പ്രോമിസ്. ഓക്കെ, ബൈ ബൈ. കോൾ കട്ട് ചെയ്തു. ഫോൺ മേശപ്പുറത്ത് വെച്ചിട്ട് അവൾ മനുവിനെ നോക്കി മന്ദഹസിച്ചു. മനുവേട്ടൻ എന്നാ വന്നത്? ഇന്നലെ. ഇതെന്താ കയ്യില്? നിനക്കൊരു ഗിഫ്റ്റ്, കാണട്ടെ. അവളത് മനുവിന്റെ കയ്യിൽ നിന്നും വാങ്ങി നോക്കി. ഒരു സെറ്റ് ചുരിദാറാണ്. ഇത് മനുവേട്ടൻ വാങ്ങിയതാ? അല്ല, അലീന കൽക്കട്ടയ്ക്ക് പോയപ്പോൾ നിനക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നതാ. ഓ, അവിടൊക്കെ ഇത് ചീപ്പായിട്ട് കിട്ടുമല്ലോ അല്ലേ? നീ ഇത് ചീപ്പായിട്ടാണോ കാണുന്നേ? അങ്ങനെയല്ല, ബംഗാളിലൊക്കെ ക്ലോത്തിന് ഇവിടുത്തെ അപേക്ഷിച്ച് 10 വിലയുള്ളൂന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും നീ തുറന്നു നോക്ക്. നീ വിചാരിക്കുന്ന അത്രയും ചീപ്പാണെന്ന് അറിയാമല്ലോ. ഓ, പിന്നെങ്ങാനും നോക്കാം. ബബിത അത് കിടക്കയിലേക്ക് എറിഞ്ഞു. മനുവേട്ടൻ അലീന ചേച്ചിയെ കാണാൻ പോയിരുന്നു അല്ലേ? ആ, ഇന്നലെ. അലീന ചേച്ചിക്ക് സുഖമാണോ? നീ എന്താ അവളെ വിളിക്കാത്തത്? എന്നെ വിളിക്കാറില്ലല്ലോ. ആര് പറഞ്ഞു? അവൾ വിളിച്ചാലും നീ എടുക്കാഞ്ഞിട്ടല്ലേ. അലീന ചേച്ചി എപ്പോൾ വിളിച്ചു? അലീന ചേച്ചിക്ക് എൻ്റെ പുതിയ നമ്പർ അറിയില്ലല്ലോ. അവൾക്കറിയാം, രോഹിത്ത് കൊടുത്തിട്ടുണ്ട്. അല്ല, നീയല്ലേ വിളിച്ചു കൊടുക്കേണ്ടിയിരുന്നത്. എന്തുകൊണ്ടാ കൊടുക്കാതിരുന്നേ? ഞാൻ ഓർത്തില്ല മനുവേട്ട. അല്ലെങ്കിൽ തന്നെ സമയം വേണ്ടേ എന്തുമാത്രമാ പഠിക്കാനും വായിക്കാനും. അതുകൊണ്ടൊന്നുമല്ല, നിനക്ക് എന്തൊക്കെയോ അവളിൽ നിന്നും മറച്ചു വയ്ക്കാനുണ്ട്. ഇല്ലെങ്കിൽ നീ വിളിച്ചേനെ. ബബിത ഒന്ന് പതറി. എനിക്കെന്താ മറച്ചു വയ്ക്കാൻ? മനുവേട്ടൻ എന്താ ഈ പറയുന്നേ? നിന്റെ പ്രായം കടന്നു തന്നെയാ ഞാനും വന്നത്. നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ? കുഴപ്പമൊന്നുമില്ല. നല്ല കോളേജ്, നല്ല ക്ലാസ്സുകൾ. ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടോ? അങ്ങനെ ഒരുപാടൊന്നുമില്ല. എന്നാലും ഒരു 10 പേരൊക്കെ കാണില്ലേ? 10 പേരാണോ ഒരുപാട്? ബബിത ചിരിച്ചു.
നിനക്ക് ഫ്രണ്ട്സായിട്ട് ആൺകുട്ടികളുണ്ടോ? ഉണ്ട്. അതിനെന്താ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. ബോയ് ഫ്രണ്ട്സ് എത്ര പേരുണ്ട് നിനക്ക്? ഞാൻ എല്ലാവരുമായിട്ട് നല്ല കൂട്ടാ. അവരൊക്കെ നിന്നെ വിളിക്കാറുണ്ടോ ഫോണിൽ? 2 3 പേരൊക്കെ വിളിക്കും. നീ അവരെ വിളിക്കോ? ചിലപ്പം. SMS അയക്കാറുണ്ടോ അവർ നിനക്ക്? അതൊക്കെയുണ്ട്. എന്താ അയക്കാറ്? തമാശകളോ അതോ ഗ്രീറ്റിംഗ്സോ? മനുവേട്ടൻ എന്താ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക? ഏയ്, നിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ പോലീസുകാരനൊന്നുമല്ലല്ലോ. നീ പുതിയ മൊബൈൽ വാങ്ങി നമ്പർ മാറ്റിയിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. മനു മേശപ്പുറത്ത് നിന്ന് മൊബൈൽ എടുത്തു. അവനത് തിരിച്ചും മറിച്ചും നോക്കി. ഇത് കൊള്ളാലോ. എത്ര രൂപയായി? 9,000. ക്യാമറ മൊബൈലൊക്കെ ക്യാമ്പസിനുള്ളിൽ അനുവദിക്കുമോ? നമ്മൾ മിസ്യൂസ് ചെയ്യാതിരുന്നാൽ മതി. മനു മൊബൈലിന്റെ ബട്ടണുകൾ പ്രസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ബബിത അടുത്തേക്ക് വന്നു. മനുവേട്ടൻ എന്താ നോക്കുന്നേ? എനിക്കിപ്പം ഒരു കോള് വരും, ഇങ്ങിതാ. മനു കൊടുക്കാതെ തന്നെ അവൾ അത് പിടിച്ചു വാങ്ങി. ആരായി ഫോണ് വാങ്ങി തന്നേ? അച്ഛനാണോ? അല്ല മനുവേട്ടാ, എൻ്റെ കയ്യിലുണ്ടായിരുന്നു പൈസ. ഞാനും അമ്മയും കൂടി പോയി വാങ്ങി. ശരി, നിനക്ക് സമയം കിട്ടുമ്പോൾ അലീനയെ ഒന്ന് വിളിക്കുക. ഞാൻ പോവുകയാ. മനു മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ശേഷം രോഹിത്തിനെ കണ്ട് യാത്ര പറഞ്ഞിട്ട് തിരികെ വരുമ്പോൾ കോണിപ്പടിയിൽ നിന്നുകൊണ്ട് കിച്ചണിന്റെ നേർക്ക് വിളിച്ചു പറഞ്ഞു, ആന്റി, ഞാൻ പോണേ. അവൻ ലിവിംഗ് റൂമിൽ എത്തുമ്പോഴേക്കും പിൻവിളി കേട്ടു. മനു, അവിടെ ഒന്ന് നിന്നേ. വൈദ്യ ധൃതിയിൽ മനുവിന്റെ പിന്നാലെ വന്നു. മനു കൃഷ്ണയ്ക്കും ബബിതയ്ക്കും കൊടുത്ത ഗിഫ്റ്റ് പാക്കറ്റുകൾ അവരുടെ കയ്യിലിരിക്കുന്നത് കണ്ടപ്പോഴേ മനുവിന് കാര്യം പിടികിട്ടി. വൈദ്യ അത് അവന്റെ നേർക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കിട്ടാഞ്ഞിട്ട് ഇവിടെ ആരും തുണിയെടുക്കാതെ നടക്കുന്നില്ലെന്ന് അവളോട് ചെന്ന് പറഞ്ഞേക്ക്. നിനക്ക് നാണമില്ലേ മനു? വല്ലവളുമാരും തന്നുവിടുന്ന സാധനങ്ങൾ കെട്ടിച്ചുവന്നോട് നടക്കാൻ. നീ ആ മൂതവിയുടെ കൂലിക്കാരനാണോ? നാണം മറയ്ക്കാനുള്ള തുണി എരന്നു വാങ്ങേണ്ടി വന്നാലും അവളുടെ പിച്ചക്കാശിന് വാങ്ങിയതൊന്നും ഇവിടെ വേണ്ട. മേലിൽ നീ ഇങ്ങനത്തെ കച്ചവടവുമായി ഇങ്ങോട്ട് പോന്നേക്കരുത്. അവളുടെ ഒരു ഔദാര്യം. മനുവിന്റെ ദേഹത്ത് തട്ടി താഴെ വീണ പാക്കറ്റുകൾ അവൻ പെറുക്കിയെടുത്തു. ഞാനിത് തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളാം ആന്റി. ആന്റി ഒന്നും അറിയാതെ ചെയ്യുന്നതല്ലേ. അലീന ഇത് സഹിച്ചോളും. പക്ഷേ ആന്റിക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയാത്ത ഒരു ദിവസം വരും. മനു ദേഷ്യത്തോടെ വാതിലിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറയണോ വേണ്ടയോ എന്ന് സംശയിച്ചിട്ടെന്ന പോലെ നിന്നു. പിന്നെ തിരിഞ്ഞു. ആന്റി, ബബിതയുടെ ഫോൺ വല്ലപ്പോഴും ഒന്ന് ചെക്ക് ചെയ്തേക്കണം. അവളെ വിളിക്കുന്ന നമ്പറുകൾ, അവൾക്ക് കിട്ടുന്ന SMS. 19 വയസ്സേയുള്ളൂ. അവളുടെ നന്മയ്ക്ക് വേണ്ടി പറയുക. പ്രീപെയ്ഡ് കണക്ഷൻ പോസ്റ്റ് പെയ്ഡായിട്ട് കൺവേർട്ട് ചെയ്യണം. അത് ആന്റി മാത്രമല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുള്ള എല്ലാ മാതാപിതാക്കളും ചെയ്യേണ്ടതാ. എന്നിട്ട് ഇടയ്ക്കിടെ ഡീറ്റെയിൽസ് ബിൽ വാങ്ങി ചെക്ക് ചെയ്യണം. എല്ലാവരും പച്ചവെള്ളം ചവച്ച് കുടിക്കുന്നവരല്ലെന്ന് മനസ്സിലാക്കണം. അത്രയും പറഞ്ഞ് മനു വാതിൽ കടന്ന് പുറത്തേക്ക് നീങ്ങി. മുറ്റത്ത് വച്ചിരുന്ന ബൈക്കിൽ കയറി ഓടിച്ചുപോയി. ഇത്രയുമാണ് ഇന്നത്തെ കഥ. ബാക്കി കഥയുമായി വീണ്ടും വരാം. ബൈ.